തത്തക്കൂട്ട്. ആധുനിക എഴുത്തുകാരികളിൽ ശ്രദ്ധേയയായ ഗ്രേസിയുടെ കഥയാണ് തത്തക്കൂട്ട്. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും. രണ്ട് ആൺമക്കൾ വിദേശത്ത് പോയതോടെ വാർദ്ധക്യകാലത്ത് ഈ ദമ്പതികൾ തനിച്ചാവുന്നു. ഭാഗ്യലക്ഷ്മിക്ക് കുട്ടിക്കൃഷ്ണനും, കുട്ടിക്കൃഷ്ണന് ഭാഗ്യലക്ഷ്മിയും എന്ന വിശ്വാസത്തിൽ അവർ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവർക്കിടയിലേക്ക് അവരുടെ വാർദ്ധക്യകാലത്തിന് ഒരു കൂട്ടായി, ഒരു സ്നേഹക്കൂട്ടായി ഒരു തത്തയെത്തുന്നത്. തത്തക്കൂട്ട് എന്ന തലക്കെട്ട് തന്നെ നോക്കുക. അത് നിരവധി അർത്ഥങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. സ്വാതന്ത്ര്യമില്ലായ്മയുടെയും ബന്ധനത്തിന്റെയും പ്രതീകമാണ് തത്തക്കൂട്. അപ്പോൾ തത്തക്കൂട്ടോ? അതെ, ഒരു തത്ത വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെടുന്ന ഒരാൾക്ക് കൂട്ടായി മാറുന്നു എന്നതിൻ്റെ കഥയാണിത്. പാഠഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കാദ്യം പോണം എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ആദ്യം അങ്ങ് പോയി. കുട്ടിക്കൃഷ്ണൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഒരുപാട് വർഷക്കാലം ഒരുമിച്ചിരുന്ന ഭാര്യയും ഭർത്താവും, അതിൽ ഭാര്യ മരിച്ചു പോവുകയാണ്. ഇനി കുട്ടിക്കൃഷ്ണന് ആകെ കൂട്ടുള്ളത് ആ തത്തമ്മ മാത്രമാണ്. പക്ഷേ ഭാര്യ മരിച്ചതോടുകൂടി കുട്ടിക്കൃഷ്ണൻ തത്തമ്മയെ തുറന്നു വിടാൻ ശ്രമിക്കുകയാണ്. ഇനി നീയായിട്ട് എന്തിനാ, നീയും പോയിക്കോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനു മുമ്പും 2 തവണ അയാൾ തത്തയെ തുറന്നു വിട്ടിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ്? പിന്നീടാണ് ഈ കഥ പഴയ കാലങ്ങളിലേക്ക് പോകുന്നത്. നമുക്ക് നോക്കാം. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഉച്ചയ്ക്ക് വീടിൻ്റെ മുന്നിലെ ചാരു കസേരയിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു കുട്ടിക്കൃഷ്ണൻ. പെട്ടെന്ന് കാക്കകളുടെ കരച്ചിലും ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ നിലവിളിയും കേട്ട് അയാൾ ചാടി എണീറ്റു. അപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട ആക്രമിക്കുന്നതായിരുന്നു. അയാൾ അടുത്തു ചെന്നതും കാക്കക്കൂട്ടം പറന്നുമാറി. തത്തക്കുഞ്ഞ് ചോരയൊലിപ്പിച്ച് കണ്ണടച്ച് കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കണ്ണടച്ച് കിടക്കുന്നത് അയാൾ വിഷമത്തോടെ നോക്കി. തൻ്റെ മൂത്ത മകനെ പ്രസവമുറിയിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന രംഗമാണ് അപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നത്. തത്തക്കുഞ്ഞിൻ്റെ നെഞ്ചിൽ ചെറിയൊരു മിടിപ്പുണ്ടായിരുന്നു. അയാൾ ആശ്വസിച്ചു. ഭാഗ്യം. ഇവിടെ ഭാഗ്യം എന്ന് പറയുന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഭാഗ്യലക്ഷ്മി എന്ന വിളിയും, അതുപോലെ തന്നെ ഈ തത്തക്കുഞ്ഞിന് ജീവനുണ്ടല്ലോ, ഭാഗ്യമായി പോയി. ഈ സമയത്ത് ഉച്ചയുറക്കത്തിനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു ആര്? ഭാഗ്യലക്ഷ്മി. അതുകൊണ്ട് തന്നെ കുറച്ച് ഈർഷ്യയോടുകൂടി എന്താ കുട്ടി എന്ന് അവൾ വിളി കേട്ടു. ഇവിടെ ഭാഗ്യലക്ഷ്മിയെ ഭാഗ്യമെന്നും അതുപോലെ തന്നെ കുട്ടിക്കൃഷ്ണനെ തിരിച്ച് ഭാഗ്യലക്ഷ്മി കുട്ടി എന്നുമാണ് അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി എന്ന വിളിയിലൂടെ കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരും അതുപോലെ തന്നെ ഭർത്താവിനോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടിക്കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഭാഗ്യലക്ഷ്മി കുറച്ച് പഞ്ഞിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൊണ്ടുവന്ന് ആ തത്തമ്മയെ പരിചരിച്ചു. പിന്നീടോ അതിൻ്റെ കൊക്കു പിളർത്തി വെള്ളം കൊടുത്തു. അങ്ങനെ 2 പേരും ചേർന്ന് തത്തമ്മയെ ശുശ്രൂഷിക്കുന്നു. അതിനുശേഷം തത്തയെ ചാരു കസേരയിലാക്കി അവർ ഇരുവശത്തായിട്ട് ഇരിക്കുന്നുണ്ട്. തൊട്ടിയിലിറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തങ്ങളെ കാണുകയാണ്. ഈ ഒരു അവസ്ഥ അവർക്ക് വളരെയധികം വേദനയാണ് ഉണ്ടാക്കിയത്. അവർക്ക് ശരിക്കും നിലവിളിച്ച് കരയാനാണ് തോന്നിയത്. പുറത്തു ചാടാൻ തുടങ്ങിയ ഒരു നിലവിളി അമർത്തിപ്പിടിച്ച് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ 2 ആമക്കളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. പേരക്കുട്ടികളുടെ മുഖം മറന്നുപോയിരിക്കുന്നു. അങ്ങനെ അവർ തത്തക്കുഞ്ഞിനെ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തത്തയൊന്ന് ഞരങ്ങി. അതിന് ജീവൻ വെച്ചു. കുട്ടിക്കൃഷ്ണൻ തട്ടിന് മുകളിൽ കയറി പണ്ട് തൻ്റെ മക്കൾ അണ്ണാനെയും മൈനിയെയും ഒക്കെ വളർത്തിയിരുന്ന കമ്പിക്കൂട് എടുത്തുകൊണ്ടുവന്നു. ഭാഗ്യലക്ഷ്മി ഒരു തോർത്തിൽ പഞ്ഞി പരത്തി പൊതിഞ്ഞ് കിടക്ക പോലെയാക്കി തത്തയെ അതിൽ കിടത്തി. ശേഷം തത്തക്കൂട് ഉമ്മർത്ത് തൂക്കുമ്പോഴും അതിൻ്റെ തള്ളയും തന്തയും അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ. പക്ഷേ അതുണ്ടായില്ല. ഇവിടെ ഒരു തരത്തിൽ തത്തയോടുള്ള ഈ സമീപനം അത് കുഞ്ഞുങ്ങളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ ഒരു ആവിഷ്കാരമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ പഴച്ചാറും മറ്റുമൊക്കെ കൊടുത്ത സമയത്ത് തത്തയുടെ ആരോഗ്യമൊക്കെ അങ്ങനെ വീണ്ടു കിട്ടി. ആ സമയത്ത് ഒന്നുകൂടി കൂട് തുറന്ന് അതിനോട് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് കുട്ടിക്കൃഷ്ണൻ. പക്ഷേ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്ന ദയനീയ ഭാവമായിരുന്നു തത്തയുടെ മുഖത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പേരക്കുട്ടികൾക്ക് കരുതി വെച്ച സ്നേഹവും വാത്സല്യവും അവർ തത്തയ്ക്ക് നൽകി. തത്തയെ വിശാലവും മനോഹരവുമായ മറ്റൊരു കൂട്ടിലേക്ക് അവർ മാറ്റി താമസിപ്പിച്ചു. ആ ദിവസം തത്ത കുട്ടിക്കൃഷ്ണനെ കുട്ടി എന്ന് വിളിച്ചു. ആ നിമിഷം അദ്ദേഹത്തിന് അത്ഭുതവും ആഹ്ലാദവും തോന്നിയെങ്കിലും മറ്റു തത്തകൾ മനുഷ്യഭാഷ സംസാരിച്ച തത്തയെ കൂട്ടിലെന്ന് കരുതി അതിനെ എത്രയും വേഗം തുറന്നുവിടാൻ അയാൾ ശ്രമിച്ചു. അപ്പോഴും തത്തയ്ക്ക് ദയനീയ ഭാവമായിരുന്നു മുഖത്ത്. തത്തമ്മ പെണ്ണിന് കുട്ടിയെ വിട്ടുപോവാൻ തോന്നലുണ്ടാവില്ല എന്ന ഭാഗ്യലക്ഷ്മിയുടെ പറച്ചിലിന് തത്ത ഒന്ന് അമർത്തി മൂളി. ഭാഗ്യലക്ഷ്മിയെ തത്ത പാക്യം എന്ന് നീട്ടി വിളിച്ചു. ഈ വിളി കേട്ട് ഭാഗ്യം അത്ഭുതം കൊണ്ട് താടിക്ക് കൈയും കൊടുത്തു നിന്നു. എന്നിട്ട് പറഞ്ഞു, നീ നാവ് വടിക്കാത്തോണ്ടാ പാക്യം എന്ന് വിളിക്കുന്നത്. നാളെ തൊട്ട് കരിമ്പനയോല തരണ്ട്. അങ്ങനെ കരിമ്പനയോല കഴിച്ച് തത്ത ഭാഷ തെളിഞ്ഞു. പക്ഷേ പാക്യം എന്ന വിളിക്ക് മാറ്റമുണ്ടായില്ല. തത്ത അവർ 2 പേരുടെയും വാത്സല്യനിധിയായി മാറി.
ഇടയ്ക്കിടെ തങ്ങളുടെ വീട്ടിലെത്തുന്ന കണ്ടൻ പൂച്ചയോട് അവൾ ഞങ്ങളുടെ മോളാ, തൊട്ടുപോകരുത് എന്ന് ഭാഗ്യലക്ഷ്മിയും കടന്നുപോയിക്കോ, അത് ഞങ്ങളുടെ മോനാ എന്ന് കുട്ടിക്കൃഷ്ണനും പറഞ്ഞു. ഇത് കണ്ട് തത്ത ചിരിക്കും. ഇടയ്ക്ക് തത്ത കുറച്ച് കുറുമ്പും കാണിക്കാറുണ്ട്. കണ്ടൻ പൂച്ച വന്നു എന്ന് പറഞ്ഞ് ഭാഗ്യത്തിനെയും വീട്ടിൽ വിരുന്നുകാർ വന്നു എന്ന് പറഞ്ഞ് കുട്ടിക്കൃഷ്ണനെയും അവൾ പറ്റിക്കും. കുറുമ്പ് കൂടുമ്പോൾ ഭാഗ്യം പറയും, നിനക്കിപ്പോൾ കുറുമ്പ് ഇത്തിരി കൂടുന്നുണ്ട്, ഒരു നല്ല തത്തച്ചെറുക്കനെ കിട്ടിയിട്ട് വേണം കെട്ടിച്ചു വിടാൻ. അപ്പോൾ തിരിച്ച് തത്ത പറയുന്ന മറുപടി ഇതാണ്, അപ്പോൾ കുറുമ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ ഭാഗ്യത്തിനെ കെട്ടിച്ചു വിട്ടത്? കുട്ടിക്കൃഷ്ണൻ പറയുന്നത് മറ്റൊന്നാണ്, ഒരു തത്തപ്പെണ്ണിനെ വിളിച്ച് നീ കൂട്ടിൽ കയറ്റിയാൽ നിന്റെ കല്യാണം കെങ്കേമമായി നടത്താമെന്ന്. അങ്ങനെ കുറുമ്പും കുസൃതിയും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ അവരുടെ ദിവസങ്ങളിങ്ങനെ കടന്നുപോയി. ഇടയ്ക്ക് പേരക്കുട്ടികളെ ഓർത്ത് ഭാഗ്യത്തിൻ്റെ കണ്ണു നിറയുന്നത് കണ്ടാൽ തത്ത ഇങ്ങനെ പറയും, ഭാഗ്യം, എനിക്ക് വിശക്കുന്നു. കുട്ടിക്കൃഷ്ണൻ ചാരുകസേരയിലിരുന്ന് ഓർമ്മകളിലേക്ക് പോയി നിശബ്ദനാകുമ്പോൾ തത്ത പറയും, ഭാഗ്യം വേഗം വാ, കുട്ടി എന്തോ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെയും കുട്ടിക്കൃഷ്ണൻ്റെയും ജീവിതത്തിൽ ഒരാളായിട്ട് തന്നെ തത്ത അവിടെ മാറുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഭാഗ്യലക്ഷ്മി മരണപ്പെടുന്നത്. 41 വർഷം കൂടെ കഴിഞ്ഞ ഭാര്യ മരിച്ചപ്പോൾ കുട്ടിക്കൃഷ്ണന് ഈ ലോകത്തോട് തന്നെ ഒരു വിരക്തിയായി. ആ സമയത്താണ് തത്ത കൂട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കണ്ണുനീര് നിറഞ്ഞ കണ്ണുകളായതിനാൽ അയാൾക്ക് തത്ത ഇറങ്ങുന്നത് കാണാൻ കഴിഞ്ഞില്ല. അയാളുടെ തോളത്ത് വന്നിരുന്ന് തത്ത കനിവോടെ അയാളെ നോക്കി പറഞ്ഞു, കരയല്ലേ കുട്ടി എന്ന് ആശ്വസിപ്പിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ നമ്മൾ സ്നേഹവും കരുതലും കൊടുത്തു എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന മറ്റൊരു വർഗ്ഗമാണ് ഈ പക്ഷികളും മൃഗവും ഒക്കെ എന്ന് പറയുന്നത്, അല്ലേ? ഒരുപക്ഷെ മനുഷ്യരെക്കാൾ സ്നേഹം അവർക്കുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും ഈ കഥയിൽ പറയുന്നത് വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യമില്ലായ്മയുടെ പ്രതീകമാണ് എന്ത് തത്തക്കൂട് എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ തത്തക്കൂട്ടെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും പരിലാളനയുടെയും ഒക്കെ പ്രതീകമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ മനുഷ്യരോടെന്ന പോലെ തന്നെ ജീവജാലങ്ങളോടും അത്രയും സ്നേഹം കാണിക്കുന്ന 2 പേരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇവിടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും പകരമായിട്ട് ജീവജാലങ്ങളിലേക്ക് സ്നേഹം പകർന്നുകൊണ്ട് അവരുടെ സ്നേഹം തിരിച്ചെടുക്കുന്ന ഒരു കാഴ്ചയും സാധിക്കുന്നുണ്ട്. ഇവിടെ സ്നേഹത്തിന് മുമ്പിൽ സ്വാതന്ത്ര്യം കീഴടങ്ങുന്നു എന്നൊരു വലിയൊരു ആശയം തരുന്നുണ്ട്, അല്ലേ? സ്വതന്ത്രമായിട്ട് പറക്കാൻ ആഗ്രഹിക്കുന്ന തത്തക്കുഞ്ഞ് കൂട് തുറന്നു കൊടുത്തിട്ടും അവരെ വിട്ട് പോകുന്നില്ല എന്നത് അവൾ സ്നേഹത്തിൽ കീഴടങ്ങി എന്നതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ മരണത്തെ തുടർന്ന് തത്തയെ 3ാമതും തുറന്നു വിടാൻ അയാൾ ശ്രമിക്കുന്ന സമയത്ത് കരയിലെ കുട്ടി എന്ന് ആശ്വസിപ്പിക്കാൻ ആ തത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെ ഈ കഥാന്തി എന്ന് പറയുന്നത് വളരെ ഹൃദയസ്പർശിയായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ പരസ്പരമുള്ള ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നത്, അല്ലേ? നമുക്ക് സ്വന്തം എന്ന് പറയാൻ ജീവിതത്തിൽ ഒരാളെങ്കിലും വേണം. അത് ഒരു തരത്തിൽ മനുഷ്യനും മാത്രം തമ്മിലുള്ള ഒരു ബന്ധമൊന്നുമല്ല, ഇതര ജീവജാലങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്.